ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കൊണ്ടാട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സോയാബീൻ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് അത് ഊറ്റി കളഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ നല്ല പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് മസാല വരണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തത്, 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വിനെഗർ, കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. അതിന് ശേഷം നമുക്ക് സോയാബീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യണത്. ആദ്യം കുറച്ചിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം പിന്നെയും ബാക്കിയുള്ള ഇട്ടിട്ട് കൊടുത്ത് ഇവിടെ നന്നായിട്ട് നല്ല മിക്സ് ചെയ്യാം. മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൊരു 10-20 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. അപ്പോഴാണ് അതമ്മ കറക്റ്റ് മസാലയൊക്കെ പിടിക്കുള്ളൂ. ഇവിടെ അതിന് ശേഷം നമുക്ക് ഫ്രൈ എടുക്കണം. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ എടുക്കണം. പാൻ വെച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം നല്ല ഇത് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ല ഫ്രൈ ആക്കി എടുക്കണം. ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണം. നല്ല ഓയിൽ വെച്ച് അതിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ആദ്യത്തെ ട്രിപ്പ് എടുത്ത് പിന്നെ രണ്ടാമതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഈ ഫ്രൈ ആക്കി എടുത്തെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത് വേറൊരു പാൻ വെക്കും. അല്ലെങ്കിൽ ആ സെയിം പാൻ തന്നെ, പക്ഷേ ഓയിൽ മാറ്റണം. ഞാൻ ഫ്രഷ് ആയിട്ട് വേറെ ഓയിൽ ഒഴിച്ചു. അത് ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം വന്ന പോലെ നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 1.5. അത് നല്ല നൈസാക്കരുത്, ഒരു കുറച്ച് ക്യൂബ് ടൈപ്പായിട്ട് അരിയണം കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് അതൊന്നും അധികം വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴി മതി. അതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം, ഒരു 3/4 ഭാഗം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടാകും. അതും ഇതുപോലെ ഒന്ന് വാട്ടി കൊടുക്കുക. അതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി തന്നെ പിന്നെ ഞാൻ ഇട്ടത് അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ആ പൊടികളിലൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മെല്ലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. മസാലയും സോയാബീനും കൂടി അത് മിക്സ് ആവണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്താലാണ് അതാവുമ്പോൾ മസാലയും ഇതൊക്കെ കൂടി സെറ്റ് ആവുള്ളൂ. അവ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അവിടെയൊക്കെ എല്ലാം ഇളക്കി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാം മിക്സായി. അപ്പോൾ നമ്മളുടെ സോയാബീൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. ഫ്രൈ ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നത് നല്ല രസമുണ്ട്. ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ആക്കി കഴിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.